ഗിരി അതാ അവിടെ. എന്താ? ഇതുവഴി പോകുമ്പോ ഒന്ന് കാണാന്ന് കരുതി, അത്രേ ഉള്ളൂ. സുഖവിവരം അറിയാനായിരിക്കും. സുഖമല്ലേ? താങ്ക്സ്. വാ. നേര് പറഞ്ഞ എനിക്ക് മടുത്തു. മുമ്പത്തെ പോലൊക്കെ തന്നെ കഴിഞ്ഞാ മതിയായിരുന്നു. ഇതിപ്പോ ഒരു സ്വൈരക്കേടായി. ഈ കുടുംബജീവിതം എന്നൊക്കെ പറയുന്നത് എന്നെ കൊണ്ടൊന്നും പറ്റില്ല. വീട്ടിൽ നിന്നും 10ാമത്തെ വയസ്സ് ചാടി പോന്നവനായ പിന്നീട് ഒരിക്കലും അങ്ങോട്ട് മടങ്ങിയിട്ടില്ല. സ്നേഹിക്കാനൊന്നും എനിക്കറിഞ്ഞൂടാ. തീപ്പറ്റി ആറ് ഭക്ഷണം കഴിച്ചു കാണില്ലല്ലോ. ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ വായിപ്പിക്കാം. വേണേ ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. ഇറ്റ്സ് ഓക്കെ. വിരുന്ന് വരുമ്പോഴേക്ക് ഊണ് കഴിഞ്ഞല്ലോ. പാത്രത്തിലൊരു കീരത്തുണ്ടെങ്കിലും ബാക്കി കാണില്ലേ? അത് മതി, പേടിക്കണ്ട. ഞാൻ ഊണ് കഴിച്ചു. കയറിയിരിക്കൂ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. വേണി അവള് ഭയങ്കര ബിസിയാ, കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. വിശേഷം എന്തെങ്കിലും? വിശേഷമൊന്നുമില്ല, കുറച്ച് കഴിയട്ടെ. എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? ഗിരിയെ ഞാനവിടെ കണ്ടായിരുന്നു. എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഇങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞിരുന്നോ? ഇല്ല. വീട്ടില് വീടിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരുമായിരുന്നു. സ്വന്തം സുഖത്തെ പറ്റി മാത്രമല്ലേ ആലോചിച്ചുള്ളൂ. മക്കളെ പറ്റി പോലും ഓർത്തില്ലല്ലോ. ബല, ക്ഷമിക്കണം, ഞാൻ എന്റെ വേദന കൊണ്ട് പറഞ്ഞു പോയതാ. ഒരു കുടുംബത്തിന്റെ തകർച്ച കാണേണ്ടി വരുന്നുള്ള സങ്കടം കൊണ്ട്. നിങ്ങളൊക്കെ എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണെന്ന് അറിഞ്ഞൂടെ? എനിക്കിപ്പോഴും പറയാനുള്ളത് നിങ്ങൾ തിരിച്ചു വരണമെന്നാ. തെറ്റുകൾ എല്ലാവർക്കും പറ്റും എന്ന് കരുതി തെറ്റുകളിൽ തന്നെ മുറുകി പിടിച്ച് കഴിയണമെന്നില്ല. തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് തിരുത്തുന്നതാണ് വിവേകം. തിരിച്ചു വരണം, എല്ലാം നേരെയാവും. ശാപം മാത്രമല്ല, മോക്ഷമുണ്ട്. മോക്ഷം ഇല്ല ബല, എനിക്ക് മോക്ഷമില്ല. മോള് വീട്ടിൽ ചെന്നിട്ട് ഈ പെട്ടി ഭദ്രമായി അമ്മൂമ്മയുടെ ഏൽപ്പിക്കണം.
വെക്കേഷൻ നാട്ടിൽ പോകല്ലേ? സാറും പോകുന്നുണ്ടോ? ഇല്ല. ബസ് കയറ്റി വിടുമായിരിക്കും. അതെ. ഇവര് തനിയെ പോവോ? ഉം. എങ്ങനെ ഉണ്ടായിരുന്ന വീടായിരുന്നു? പുള്ളിക്കാരന്റെ വീട്ടിൽ അറിഞ്ഞു കാണത്തില്ലേ ഒരാഴമേ? പിന്നെ അറിയാതെ എല്ലാ കൊല്ലവും അമ്മയും മക്കളുമായിട്ടാ വെക്കേഷന് പോയിക്കൊണ്ടിരുന്നത്, അല്ലയോ? സാറ് പോവുകയില്ലേ? ഗേറ്റ് അടയ്ക്കണം. ആ, വീട് അടച്ചിട്ട് പോണായിരിക്കും. അല്ല, സാറ് വന്നിട്ടേ പോകൂ. അത്രേ ഉള്ളോ? റോസമ്മേ, നമുക്ക് പോകാം. നീ കേറ്. ആ, സാറിന് ഓഫീസിൽ പോയില്ലേ? ഞാൻ അങ്ങോട്ട് വിളിച്ചിരുന്നു. ഇന്ന് അവധിയെടുത്തു. ഇപ്പൊ ഫ്രീ ആണ്. മക്കളെ നാട്ടിലേക്ക് അയച്ചു. ഒറ്റയ്ക്ക് ആയപ്പോ തോന്നി ഒന്ന് കറങ്ങിയാലെന്തെന്ന്. ബാലന് ഓർക്കെന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഇത്തിരി റെഫറൻസ് ഉള്ളു. വാ. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം വിശപ്പല്ല, ഏകാന്തതയാണ്. ഏകാകിയായിരിക്കുമ്പോഴേ ഒരാൾക്കത് മനസ്സിലാവും. ഇങ്ങനെ ഒരുപാട് പുതിയ കാര്യങ്ങൾ എനിക്കിപ്പോ അറിയാം. എല്ലാം കഴിഞ്ഞു പോയില്ലേ? ഇനിയിപ്പോ അതൊക്കെ ഓർത്ത് മനസ്സ് വിഷമിപ്പിച്ചിട്ടെന്താ? മറക്കണം, എല്ലാം മറക്കണം. അങ്ങനെയല്ല ബാല, അങ്ങനെയല്ല. ഇരുപത്താറ് 11 സേറ്റോട് കഥ ഓർക്ക. ആരുവാ? ഇതാരാ? എന്റെ വർഷാപ്പിനടുത്തുള്ളതാ. നിനക്ക് സഹായത്തിന് ഒരാളായി. ഇവൾ ആ മുറി കിടന്നോളൂ. ഭക്ഷണമൊക്കെ ഉണ്ടാകില്ല. വേണേ ആ രാജുവിനെ വിട്ട് കുറച്ച് ചിക്കൻ വാങ്ങിപ്പിക്കാം. ഏ ചായ അവിടെ വച്ചേക്ക്.
രാവിലെ കഴിക്കാൻ എന്തെങ്കിലും? ബ്രെഡ് ഉണ്ടല്ലോ, 2 മുട്ട കൂടെ എടുത്ത് പൊരിച്ചോ. ചൂടുവെള്ളം. രാജമ്മ പൊയ്ക്കുള്ളൂ, ഞാൻ വീട് പൂട്ടിയിട്ടാ പോകുന്നത്. പൂട്ടണമെന്നില്ല, ഞാൻ നോക്കിക്കൊള്ളാം. വേണ്ട, DA എങ്കിലും കണക്കൂട്ടിക്കൊണ്ടിരുന്നാ മതിയല്ലോ, ജോലി ഒന്നും ചെയ്യണ്ട. ആ ഫയൽ ഇന്നലെ ശരിയാക്കണമെന്ന് പറഞ്ഞതല്ലേ, അതിന് സമയം കിട്ടണ്ടേ? സീറ്റിൽ വന്നിരുന്നാൽ തുടർക്കഥകൾ വായിച്ചു തീർക്കാൻ സമയം കിട്ടുന്നില്ലല്ലോ. മാസത്തിൽ എണ്ണി വാങ്ങുന്നുണ്ട്, അത് ഓർമ്മ വേണം. പൊയ്ക്കോ പൊയ്ക്കോ. ഭാര്യ ചാടിപ്പോയതിന് നമ്മളെന്ത് വിളിച്ചു? ഭരിക്കുന്നു. മദ്രാസിൽ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. യെസ്, ഡെഫിനറ്റ്ലി. ഐ വാസ് ഓൾസോ തിങ്കിങ് അബൌട്ട് ഇറ്റ്. നേരത്തെ ഇതെന്റെ മനസ്സിലുള്ളതാ. ഇന്നിപ്പോ ഞാൻ മദ്രാസിലെത്തുമ്പോ ഒരു അറേഞ്ച്മെന്റ് ചെയ്യാം. ഫ്ലൈറ്റ് ടൈം എപ്പോഴാ? എയർപോർട്ടിലെത്തണ്ടേ? 1650 hours, sir. You'll easily reach. Sir? ഓ, താങ്ക് യു. ബോംബെയിലായാൽ കുറച്ചുകൂടി മെച്ചമുണ്ട്. അത് ശരിയാ. മോഡലിംഗ് ബോംബെയിൽ അത്രയും ഡെവലപ്പ് ചെയ്തിട്ടില്ല മദ്രാസിലെ. പിന്നെ അടുത്ത ലക്ഷ്യം ബോംബെ തന്നെയാ. വേണിക്ക് മദ്രാസിലേക്ക് വരാൻ പറ്റുമോ? Oh yes, why not? മാഡത്തിന് ഒരു ഫോൺ കോൾ. Excuse me. യാ. ഹലോ, ബാലേട്ടനാണോ? എന്താ വിശേഷം? ഞാനിപ്പോ താമസിക്കും. ഞങ്ങളിവിടെ ഒരു എക്സ്പാൻഷൻ പ്ലാനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. മഹേഷിന്റെ ഫ്രണ്ട് പ്രസാദം ഉണ്ട്. ഞാൻ എയർപോർട്ട് വരെ ഒന്ന് പോകും. മിസ്റ്റർ പ്രസാദ് CEO ചെയ്യാൻ. ഓക്കെ? മദ്രാസ് ബ്രാഞ്ച് ആരെ കൊണ്ടാ ഓപ്പൺ ചെയ്യുക? CM നെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. കവറേജ് കിട്ടും. ഇറ്റ് ക്യാൻ ബി മാനേജ്ഡ്. താങ്ക് യു. എന്നാ പിന്നെ നാളെ. See you.